ഡിസ്ലെക്സിയ എന്ന രോഗം കാരണം ആ 16-കാരൻ തന്റെ വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിച്ചു. പക്ഷേ അസുഖത്തെക്കുറിച്ച് ഓർത്തിരിക്കാൻ അവന് സമയമുണ്ടായിരുന്നില്ല. കൺമുന്നിൽ കാണുന്ന എന്തിലും മുന്നേറാനുള്ള അവസരങ്ങൾ അവൻ കണ്ടു. തന്റെ 16-ാം വയസ്സിൽ സ്റ്റുഡന്റ് എന്ന മാഗസിൻ ആരംഭിച്ചു. അതിന്റെ 7500 കോപ്പി പ്രിന്റ് ചെയ്തു. 2500 കോപ്പി വിറ്റ് $800 സമ്പാദിച്ചു. ബാക്കിയുള്ള കോപ്പികളെല്ലാം സൗജന്യമായി നൽകി. കല ബിസിനസ്സാക്കുക എന്ന ആശയം ഉദിച്ച അയാൾ അക്കാലത്ത് ഹിറ്റായിരുന്ന ഗ്രാമഫോൺ ബിസിനസ്സിലേക്ക് കടന്നു. അങ്ങനെ വെർജിൻ റെക്കോർഡ് ആരംഭിച്ചു. വെർജിൻ റെക്കോർഡ് ഹിറ്റായപ്പോൾ ഒരു മോഹം, ഒരു വിമാന കമ്പനി തുടങ്ങാൻ. തൽക്കാലം ഒരു വിമാനം വാടകയ്ക്കെടുത്ത് ഒരു വിമാന കമ്പനി ആരംഭിച്ചു, വെർജിൻ അറ്റ്ലാന്റിക്. പക്ഷേ ബ്രിട്ടീഷ് എയർവേസിനോട് മത്സരിക്കാനാകാതെ ആ വിമാന കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. തനിക്ക് ലാഭം സമ്മാനിച്ചിരുന്ന വെർജിൻ റെക്കോർഡ് വിറ്റ് അദ്ദേഹം വിമാന കമ്പനിയിൽ നിക്ഷേപിച്ചു. പക്ഷേ വിമാന കമ്പനി നഷ്ടത്തിലേക്ക് തന്നെ താഴ്ന്നു പറന്നു. പരസ്യത്തിനായി അദ്ദേഹം മറ്റൊരു തന്ത്രം മെനഞ്ഞു. വെർജിൻ ബലൂൺസിൽ അറ്റ്ലാന്റിക് കടൽ മുറിച്ചു കടക്കുക. വെർജിൻ ബലൂൺസിന്റെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അതിലുണ്ടായിരുന്ന 5 പേർ മരിച്ചു. അദ്ദേഹത്തിന് മാരകമായ പൊള്ളലേറ്റ് കടലിൽ പതിച്ചു. പക്ഷേ ഈ സംഭവത്തിന് ശേഷം വെർജിൻ എന്ന ബ്രാൻഡിനെ ലോകം ശ്രദ്ധിച്ചു. പതുക്കെ പതുക്കെ എയർലൈൻസ് ലാഭത്തിലേക്ക് പറന്നു തുടങ്ങി. വീണ്ടും നിരവധി കമ്പനികൾ. വെർജിൻ ട്രെയിൻ, വെർജിൻ റേഡിയോ, ഇപ്പോൾ വെർജിൻ സ്പേസ് ടൂറിസവും. ഇത് ഒരേ സമയം 400 കമ്പനികൾ വരെ ഉണ്ടായിരുന്ന സരസനായ കോടീശ്വരൻ റിച്ചാർഡ് ബ്രാൻസൺ. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പണത്തെ തേടിപ്പോയിട്ടില്ല. തന്റെ ഹൃദയം മന്ത്രിച്ച വാതിലുകൾ മുട്ടുകയാണ് ചെയ്തത്, ബ്രാൻസൺ പറയുന്നു. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ നാം നമ്മിലേക്ക് തന്നെ ഫോക്കസ് ചെയ്താൽ മതിയാകും. നമ്മുടെ ബുദ്ധിക്കപ്പുറം ഹൃദയത്തിനു വേണ്ടി ജീവിക്കാൻ എന്നു തുടങ്ങുന്നുവോ വിജയം അവിടെ ആരംഭിക്കുന്നു. ശുഭദിനം.